വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ 12 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ആത്മഹത്യ ചെയ്ത നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 2 ദിവസത്തോളം പഴക്കമുള്ള പരുക്ക് കണ്ടെത്തി. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, എന്താണിപ്പോൾ കമ്മിറ്റിയുടെ കണ്ടെത്തൽ? റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണോ ഈ സംഭവം ഉണ്ടായത്? അനുജ, ഈ മാസം 18-നാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ മരണത്തിന് പിന്നാലെ തന്നെ കുടുംബം ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഈ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങളടക്കം രാവിലെ 24 ഈ വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോളേജിന്റെ തന്നെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗം ചേരുകയും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ റാഗിംഗ് നടന്നു എന്നതാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. മറ്റ് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുമെന്ന വിശദീകരണമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും വിശദമായ അന്വേഷണം തുടരുകയാണ്. കാരണം കുടുംബത്തിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ചില തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ 2 ദിവസത്തോളം പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ഇതുൾപ്പെടെ ഈ മർദ്ദനമുണ്ടായി എന്ന് തെളിയിക്കുന്നതാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും ഇന്ന് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് ലഭിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇതിൽ കുടുംബം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു. എന്തായാലും വലിയ തരത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിലാണ് ഇപ്പോൾ 12 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ക്രൂരമായ റാഗിങ്ങിന് ഈ കുട്ടി വിധേയനായിട്ടുണ്ട് എന്നതാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ.